തൃശൂർ ഒല്ലൂർ പോലീസിന് നേരെ വീണ്ടും അതിക്രമം. സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കൈ തിരിച്ചൊടിച്ചു. എരവിമംഗലം ഷഷ്ടിക്കിടെയായിരുന്നു അക്രമം. SFI മുൻ ഏരിയ സെക്രട്ടറിയും CPIM ചിറ്റിശ്ശേരി മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ അനന്തുവിന്റെ നേതൃത്വത്തിലാണ് CPOയെ ആക്രമിച്ചത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, വീണ്ടും പോലീസിന് നേരെ ഒരു ആക്രമണ ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകാം. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഒല്ലൂർ എരവിമംഗലം ക്ഷേത്രത്തിൽ SFI പ്രവർത്തകനായ SFIയുടെ മുൻ നേതാവും CPMന്റെ പ്രവർത്തകനുമായ അനന്തുവും സിവിൽ പോലീസ് ഓഫീസറായ കാവ്യയും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായത്. ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിനിടെ വലിയ തിരക്കുണ്ടായപ്പോൾ കാവ്യ അനന്തുവിനോട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസുകാരിയെ വകവയ്ക്കാതെ ഇയാൾ അവിടെ തുടർന്നത് സംബന്ധിച്ച് തർക്കമായി. പിന്നീട് കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തുകയും ഈ അനന്തുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഈ കസ്റ്റഡിയിലെടുത്ത് ക്ഷേത്രത്തിൽ തന്നെയുള്ള പോലീസ് കൺട്രോൾ റൂമിൽ എത്തിച്ചപ്പോൾ നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ CPM പ്രവർത്തകർ സംഘടിച്ചെത്തുകയും പോലീസുമായി വാക്കുതർക്കമുണ്ടാവുകയുമായിരുന്നു. ഇതിനിടയിൽ ആ വാക്കുതർക്കത്തിനിടയിലാണ് CPO ആയിട്ടുള്ള ലാലുവിന്റെ കൈക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ചില ആളുകൾ സംഘടിച്ച് ലാലുവിന്റെ കൈ പിടിച്ച് തിരിച്ച് ഒടിച്ചതായാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇത് ആരാണെന്നോ എന്താണെന്നോ FIR-ലടക്കം വ്യക്തമാക്കിയിട്ടില്ല. കണ്ടാൽ അറിയാവുന്ന ആളെന്നുള്ള നിലയിലാണ് FIR-ൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ലാലുവിന്റെ കൈ ഒടിഞ്ഞതോടൊപ്പം മറ്റ് 3 പേർക്ക് കൂടി പരിക്കേറ്റതായാണ് പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥയോട് ഔദ്യോഗികമായ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമര്യാദയായി പെരുമാറി തുടങ്ങിയ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെ മറ്റ് വകുപ്പുകൾ ചുമത്തി മറ്റൊരു FIR കൂടി ചാർജ് ചെയ്യാൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെയുണ്ടായ ഒരു അപമാനം ചോദ്യം ചെയ്യാനെത്തിയ മറ്റുള്ള സഹപ്രവർത്തകരായ പോലീസുകാർക്ക് കൂടി ഇത്തരത്തിൽ സംഘടിച്ചെത്തിയ ആളുകളുടെ ഭാഗത്ത് നിന്നും മർദ്ദനമേൽക്കേണ്ടി വന്നു, അപമാനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് പോലീസ് ആരോപിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെയോ അല്ലെങ്കിൽ അനന്തുവിന്റെയോ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം നമുക്ക് ഇനിയും ലഭ്യമായിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പാണ് ഒല്ലൂർ സ്റ്റേഷനിലെ CA ആയിരുന്ന ഫർഷാദിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. പ്രതിയെ പിടിക്കുന്നതിനായി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഫർഷാദിനെ പ്രതിയായിട്ടുള്ള അനന്തുമാരി എന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. CA ഇപ്പോൾ ആശുപത്രി വാസത്തിലാണ്. അതേപോലെ തന്നെ മറ്റൊരു സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും പരിക്കേറ്റിരുന്നു ഈ പ്രതിയുടെ ആക്രമണത്തിൽ. തുടർച്ചയായ 2ാം വട്ടമാണ് ഒല്ലൂർ പോലീസിന് നേരെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ആളുകളുടെ ഭാഗത്തു നിന്നും പ്രതികളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നത്. ഏതായാലും സംഭവത്തിൽ ഗൗരവതരമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CPMന്റേതായിട്ടുള്ള ഒരു ഔദ്യോഗിക വിശദീകരണവും ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. അനന്തുവിനെ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം നടപടികളെ കുറിച്ച് സ്വീകരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തുന്നില്ല. ഇന്ന് പുലർച്ചെ ഒല്ലൂർ എരവിമംഗലം ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷങ്ങൾക്കിടെയാണ് പോലീസും ഈ യുവാക്കളും തമ്മിലുള്ള തർക്കമുണ്ടാകുന്നത്. സ്വാതി.